അവിടെ ഒന്ന് കുഴിക്കാൻ പറ. അവരൊക്കെ മാറ്റരുത്. മിസ്റ്റർ മേനോൻ, ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് അറിയിച്ചോളാം. ഇൻസ്പെക്ടർ പൊയ്ക്കോളൂ. പോകാം. അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്ത്. അയാളെങ്ങനെ വിളിക്ക. ഇരിക്കൂ. നിങ്ങൾക്ക് വേണുഗോപാലിനെ അറിയാമോ? മഗയിൽ ഗ്ലാസ് ഫാക്ടറി ജനറൽ മാനേജർ. 2 ആഴ്ചയ്ക്ക് മുമ്പ് കൊല്ലപ്പെട്ട പഴയൊരു ടെന്നീസ് കളിക്കാരൻ. എനിക്കറിയില്ല. നിങ്ങളും പഴയൊരു ടെന്നീസ് കളിക്കാരനായിരുന്നല്ലോ, പിന്നെ എങ്ങനെ അറിയാതിരിക്കും? ആനിയെ കൊന്നതും വേണുഗോപാലിനെ കൊന്നതും ഒരേ ആളാണ്, ഒരേ കത്തി കൊണ്ട്.
എന്തെങ്കിലും ഐഡിയ? സോറി, നോ ഐഡിയ. ആ, നാട്ടിലെ സ്റ്റേഷനിൽ നിന്നും നിങ്ങൾക്ക് ജാമ്യമായി നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് ഫോർ എവറിത്തിങ്. നിന്റെ അടുത്ത് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ കണ്ട ഏടാകുടങ്ങളൊന്നും ചാടരുതെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഏടാകൂടങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നീ വണ്ടിയിടും. നിനക്ക് വേണ്ടി ജാമ്യം എടുക്കാനും പിടിക്കാനൊക്കെ ഓടിയത് ആ പെണ്ണ നീത്ത. പോലീസ് ശരിക്കുന്നു പെരുമാറിയല്ലേ? ആ സർക്കിള് അവനെ എല്ല് കൂടുതല. അലക്സ്, ആ വേണുഗോപാലിന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ എന്താണ്? അതാ മാനേജിന്റെ ആയിട്ട് വൈഫും വേണുവും തമ്മിലൊരു ഇത്തിരി ബിസിനസ്സാ. അയാൾ ജയിച്ചായിരിക്കും. എന്താ അയാളുടെ പേര്? സുരേഷ്. സുരേഷിന് താടിയുണ്ടോ? ഇല്ല. വെച്ചിട്ടേ ഇല്ല? ഇല്ല. ഇവനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? എവിടെയോ കണ്ടൊരു ഓർമ്മയുണ്ട്. ആരാ ഇത്? ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല. അറിയാവുന്ന ഒരാളുണ്ട്. യെസ്, കം ഇൻ. വാട്ട് ഇസ് ദ മാറ്റർ? ഹു ആർ യു? കിരൺ. കേട്ടിട്ടുണ്ടോ? മുക്കുടിയൻ, വഴക്കാളി, ദേഷ്യം വന്നാൽ ഒരാളെ കൊല്ലാൻ പോലും മടിക്കാത്തവൻ. ഗെറ്റ് ഔട്ട്. പേടിക്കണ്ട, ഞാൻ പോയിക്കോളാം. ഒരു സഹായം തേടി വന്നതാ. ദാ, ഈ ആളൊന്ന് പരിചയപ്പെടാം. ആരാ, എന്താ, എവിടത്തുകാരനെന്നൊക്കെ അറിയോ? ഇല്ല. ഷുവർ? വിൽ യു ഗെറ്റ് അവേ ഫ്രം ഹിയർ? ഓക്കെ, പോയേക്ക്. ഇവൻ എന്റെ കുഞ്ഞിന്റെ പിന്നാലെയാണ്, ഞാൻ ഇവന്റെ പിന്നാലെ. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഗുഡ് നൈറ്റ്. എന്നെ പറ്റിച്ചു വിട്ടു എന്നൊന്നും കരുതണ്ട. സമയവും സന്ദർഭവും വരാനിരിക്കുന്നേ ഉള്ളൂ. പറയിപ്പിച്ച് കാണിച്ചു തരാം ഇവൻ ആരാണെന്ന്. ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ഈ വീട്ടിൽ വരരുത്. സതിയുടെ മോനെ കുറച്ചു കാലം സൂക്ഷിച്ചു വളർത്തിയാല് തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് നിങ്ങളോട്. പക്ഷേ അമ്മയില്ലാതെ വളർത്തിയതാണ് രണ്ട് പെൺമക്കളെ ഞാൻ. മൂത്തവൾ എനിക്ക് നഷ്ടമായി. രണ്ടാമത്തവളെയെങ്കിലും നല്ല നിലയിലാക്കണമെന്നുണ്ട്. ആ ഒറ്റ ആഗ്രഹമുള്ള ഒരു ജീവിതത്തിൽ എനിക്ക്. നിങ്ങൾ കാരണം
അത് നടക്കാതെ പോരുത്. ഐ എം സോറി. നിക്ക്, എന്നെ പറ്റി എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് കിട്ടും ആ പ്രശ്നം. ഇവൻ നിങ്ങൾ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല സംസാരിക്കേണ്ട സമയം. ഇന്നലെ വീട്ടിൽ വന്നിരുന്നല്ലേ? അച്ഛനാകെ തകർന്നിരിക്കുക. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. എപ്പോഴും ദേഷ്യമാ. പ്ലീസ് ഇനി വീട്ടിൽ വരണ്ട. സൗകര്യപ്പെടുമ്പോഴൊക്കെ ഞാൻ കിട്ടുവിനെ ഇങ്ങ് കൊണ്ടുവരാം. നിങ്ങളുടെ മനസ്സ് നിറയെ കിട്ടു മാത്രമാണെന്ന് എനിക്കറിയാം. എനിക്ക് കിട്ടുവിനെ ഒന്ന് കണ്ടേ തീരൂ. ഇവനെ കിട്ടു തിരിച്ചറിയുന്നുണ്ടോ എന്നറിയണം. തിരിച്ചറിഞ്ഞാൽ വരട്ടെ. അച്ഛന്റെ വിഷമവും ദേഷ്യമൊക്കെ ഒന്ന് തീരട്ടെ. ഞാൻ കൊണ്ടുവരാം ദിവസവും. ഇപ്പൊ അച്ഛൻ കിട്ടുമായി ഏതോ വക്കീലിനെ കാണാൻ പോയിരിക്ക. നിയമപരമായി അവനെ ഏറ്റെടുക്കാൻ. ആ സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പോട്ടെ, വിഷമിക്കണ്ട, ഞാൻ കൊണ്ടുവരാം. അവന്റെ മുമ്പിലങ്ങും ചെന്ന് പെട്ടേക്കരുത്. കുഞ്ഞിനെക്കാളും പ്രോബ്ലം അവനാണ്, കിരൺ. കുഞ്ഞിനെ നമ്മൾ തട്ടിയെടുത്താൽ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാനൊക്കില്ല. അതുകൊണ്ട് അവൻ മരിക്കണം, ആർക്കും സംശയം ഉണ്ടാകാത്ത വിധത്തിൽ. കാർ ആക്സിഡന്റോ ആത്മഹത്യയോ അങ്ങനെ എന്തെങ്കിലും. സർ, സർക്കിൾ ഇൻസ്പെക്ടർ. പ്ലീസ് കം. ഇന്നെന്താ സ്റ്റാഫ് ഒന്നുമില്ലേ? സാറ്റർഡേ ഉച്ചവരെ ഉള്ളൂ ഓഫീസ്. ഇനി എപ്പോഴാ അവരൊക്കെ വരിക? തിങ്കളാഴ്ച. എല്ലാം കൂടെ എത്ര പേര് കാണും? എല്ലാം കൂടെ ഒരു 300 പേര് കാണും. മിസ്റ്റർ സുരേഷ്, എനിക്കൊരു സഹായം ചെയ്യണം. വേണുവിനെ ആനിയും കൊന്നത്, ആ കഥ നിങ്ങൾ പേപ്പറിൽ വായിച്ചു കാണുമല്ലോ. അതെ, വായിച്ചു. രണ്ടുപേരെയും കൊന്നത് ഒരാളാണ്. ഒരേ കത്തി കൊണ്ട് ഒരേ സ്റ്റൈലിൽ. കൊലപാതകയെ ആനിയുടെ മകൻ ബെന്നിക്കറിയാം. ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഇവിടുത്തെ ജോലിക്കാരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു ഐഡന്റിഫിക്കേഷൻ പറയാൻ. എപ്പോഴാ സാധ്യമാകുക? ഫാക്ടറി ഇനി തിങ്കളാഴ്ചയേ ഉള്ളൂ. ആഹാ. ഇവിടെ ഷിഫ്റ്റ് ആയതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കാണണമെങ്കിൽ 2 ദിവസത്തെ അവകാശം വേണം. ഓക്കെ, ആയിക്കോട്ടെ. സോ ബുധനാഴ്ച ഐഡന്റിഫിക്കേഷൻ പറയാൻ. എഗ്രീഡ്? എഗ്രീഡ്. മിസ്റ്റർ സുരേഷ്, വ്യക്തിപരമായ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. നിങ്ങളുടെ വൈഫ് ഇപ്പൊ എവിടെയാണ്? അവൾ സ്വിറ്റ്സർലാൻഡിൽ ഒരു വിസിറ്റിന് പോയിരിക്കുകയാണ്. എപ്പോ പോയി? 1 മാസമായി. ഇനി എപ്പോ വരും? 2 മാസം കൂടി എടുക്കും. വേണു കൊല ചെയ്യപ്പെടുന്നതിന് 1 മാസം മുമ്പ് ഇവിടെയുള്ള ഒരു സായാഹ്ന പതിപ്പിൽ വേണുവിനെയും നിങ്ങളുടെ വൈഫിനെയും ബന്ധപ്പെടുത്തി ഒരു വാർത്ത വന്നിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? വെറും നുണയാണത്. ഞാനത് കെയർ ചെയ്തിട്ടേ ഇല്ല. പക്ഷെ എന്റെ വൈഫിനെ വല്ലാതെ ഹർട്ട് ചെയ്തു. അതിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് അവൾ സ്വിറ്റ്സർലാൻഡിൽ പോയത്. ദാറ്റ്സ് ഓൾ റൈറ്റ്. ബുധനാഴ്ച ഐഡന്റിഫിക്കേഷൻ പറയാൻ എല്ലാവരും കൂടി ഉണ്ടായിരിക്കണം. മാനേജിംഗ് ഡയറക്ടറായ നിങ്ങൾ ഉൾപ്പെടെ. സാർ, എനിക്ക് സാറിന്
സാറിനോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. മോളെ നേരത്തെ കിടന്നുറങ്ങിക്കോ, ഞാൻ വരാൻ താമസിക്കും. വേലക്കാർ രണ്ടുപേരും ഇന്നോടെ കിടക്കാൻ പറഞ്ഞാൽ മതി.